ആരോഗ്യമേഖലയ്ക്കെതിരായ മന്ത്രി സജി ചെറിയാന്റെ പരാമർശത്തിൽ സിപിഎം നേതൃത്വത്തിന് കടുത്ത അതൃപ്തി. നിലവിലെ സാഹചര്യത്തിൽ മന്ത്രി നടത്തിയത് അനാവശ്യ പ്രസ്താവനയെന്നാണ് വിലയിരുത്തൽ. പൊതുജനാരോഗ്യ മേഖലയെ മന്ത്രിയുടെ പ്രസ്താവന സംശയത്തിലാക്കിയെന്നും വിമർശനമുയർന്നു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഡോക്ടർ ഹാരിസിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിന് പിന്നാലെയാണ് കോട്ടയം മെഡിക്കൽ കോളേജ് കെട്ടിടത്തിലെ ഒരു ഭാഗം ഇടിഞ്ഞു വീണത്. ആരോഗ്യമേഖലയും ആരോഗ്യമന്ത്രിയെയും പ്രതിപക്ഷം ആരോപണത്തിന്റെ നിഴലിൽ നിർത്തുന്ന സമയത്താണ് മന്ത്രി സജി ചെറിയാൻ വിവാദ പ്രസ്താവന നടത്തിയത്. സ്വകാര്യ ആശുപത്രി മന്ത്രിമാരും പോകും, സാധാരണക്കാരനും പോകും, അല്ലാത്തവരും പോകും. ഏത് ആശുപത്രിയാണോ ആദ്യം നല്ല ട്രീറ്റ്മെൻറ്റ് കിട്ടുന്ന അങ്ങോട്ട് പോകും. ഡെങ്കിപ്പനി വന്നപ്പോൾ 2019 ഞാൻ ഗവൺമെൻറ് ആശുപത്രിയിലായിരുന്നു. ഗവൺമെൻറ് ആശുപത്രി ചികിത്സ കൊണ്ട് ഞാൻ മരിക്കാൻ സാധ്യത വന്നപ്പോൾ എന്നെ അമൃതയെ കൊണ്ടുവന്ന് ശുപാർശ ചെയ്തു. എന്നെ അമൃതയെ കൊണ്ടുപോയി. ഞാൻ അവിടെ ചെന്ന് 14 ദിവസം ബോധമില്ലായിരുന്നു. ഞാൻ രക്ഷപ്പെട്ടു. ആരോഗ്യമേഖലയ്ക്കെതിരായ ആരോപണങ്ങൾ തടുക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ മന്ത്രിസഭയിലെ ഒരു അംഗം തന്നെ വിവാദ പ്രസ്താവന നടത്തിയതിൽ നേതൃത്വത്തിന് കടുത്ത അതൃപ്തിയുണ്ട്. അനാവശ്യമായ പ്രസ്താവന എന്നാണ് സിപിഎം നേതൃത്വം ഇതിനെ വിലയിരുത്തുന്നത്. പലതരത്തിലുള്ള വിഷയങ്ങൾ ഉയർത്തുന്ന പ്രതിപക്ഷത്തിന് മന്ത്രി തന്നെ ആയുധം കൊടുത്തു എന്നാണ് ചില നേതാക്കൾ പറയുന്നത്. നേതൃത്വത്തിന്റെ അതൃപ്തി അറിയിച്ചതിന് പിന്നാലെയാണ് വിശദീകരണവുമായി സജി ചെറിയാൻ മാധ്യമങ്ങൾക്ക് മുന്നിൽ ഇന്നലെ എത്തിയത്. അടുത്ത നേതൃയോഗത്തിൽ സജി ചെറിയാൻ പറഞ്ഞ വിവാദ പ്രസ്താവന ചർച്ചയാകും. ഭരണഘടനയ്ക്കെതിരെ പരസ്യമായി വിമർശനം ഉന്നയിച്ച് മന്ത്രിസ്ഥാനം തെറിച്ചിട്ടും സജി ചെറിയാൻ വാക്കുകളിൽ ശ്രദ്ധിക്കുന്നില്ല എന്ന വിമർശനവും പാർട്ടിക്കുള്ളിൽ ശക്തമാണ്. മീഡിയ 1 തിരുവനന്തപുരം.